എല്ലാവർക്കും നമസ്കാരം. 10-ാം ഉദയത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ ഏവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദേവീദേവന്മാരുടെയും പഞ്ചഭൂതങ്ങളുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ദിനമാണ് 10-ാം ഉദയം. സൂര്യഗ്രഹത്തിന് ബലക്കുറവുള്ളവരും ജീവിത വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും അന്നേ ദിവസം സൃഷ്ടിസ്ഥിതി സംഹാരകാരകനായ പരമശിവനെ ഭജിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്രഹദോഷ ശാന്തിക്കും ജീവിതത്തിൽ അഷ്ടൈശ്വര്യ സമ്പദ് സമൃദ്ധിക്കും അന്നേ ദിവസം പരമശിവനെ ഭജിക്കേണ്ടതുമാണ്. അടുത്ത ഒരു വർഷം മുഴുവൻ എല്ലാ ദേവതമാരുടെയും അനുഗ്രഹം ഉണ്ടാവാൻ ഈ ഒരു ദിവസത്തെ ഭജനവും വ്രതവും കൊണ്ട് സാധിക്കുന്നു. അഷ്ടൈശ്വര്യങ്ങൾ ലഭിക്കുവാനും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനും ഉതകുന്ന ഒരു ശിവമന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അനുഷ്ഠിച്ചാൽ ഫലം ഉറപ്പ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണുവാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി അത് ഷെയർ ചെയ്യുവാനും ഒപ്പം ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. ഇനി നമുക്ക് അനുഷ്ഠാനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കാം. ജാതകത്തിൽ സൂര്യൻ ബലവാനല്ലാത്തവരും അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നവരും പൊതുവെ ആത്മവിശ്വാസം വളരെ കുറവുള്ളവരായിരിക്കും. സ്വന്തമായ കഴിവുകളിൽ അവർക്ക് വിശ്വാസമുണ്ടായിരിക്കില്ല. ജീവിതത്തിൽ പ്രതിസന്ധിയുള്ള ഘട്ടങ്ങൾ നേരിടാൻ ധൈര്യമില്ലാത്തവരായിരിക്കും. അവർ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും. സ്വയം ഒരു കാര്യവും ചെയ്യാനുള്ള ധൈര്യം ഇവർക്കുണ്ടായിരിക്കില്ല. ഇവർ പൊതുവെ മടിയന്മാരും അലസന്മാരുമായിരിക്കും. ഇവർ വളരെയധികം ഹൃദയ ദൗർബല്യമുള്ളവരുമായിരിക്കും. കൂടാതെ അസ്ഥിരോഗങ്ങൾ, ബലക്ഷയം, ഉഷ്ണരോഗങ്ങൾ, ദഹനപ്രശ്നങ്ങൾ എന്നിവയും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരും ആയിരിക്കും. ഇങ്ങനെയുള്ളവർ ആദിത്യ ഭഗവാനെ നിത്യം ഭജിക്കുന്നത് എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാണ്. ഇരട്ടിമധുരം, രാമച്ചം, പതിമുഖം, ഏലം, ദേവതാരം, കുങ്കുമപ്പൂവ്, മനയോല, പുഷ്കരമൂലം, പാതിരി തുടങ്ങിയവയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉണ്ടാകാൻ സഹായിക്കുന്നു. ഇത് എല്ലാവരും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അസുഖങ്ങൾ വരാതിരിക്കാനും വന്നത് മാറാനും എല്ലാം വളരെ നല്ലതാണ്. എല്ലാ സാധനങ്ങളും കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും സംഘടിപ്പിച്ചിട്ട് തിളപ്പിച്ച് കുളിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ ദിവസവും സാധിക്കാത്തവർ ഞായറാഴ്ചകളിൽ പ്രധാനമായും ചെയ്യാൻ ശ്രമിക്കുക. വളരെ പെട്ടെന്ന് തന്നെ വ്യത്യാസമുണ്ടാകും. 10-ാം ഉദയത്തിനാൾ നിർബന്ധമായും ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം ഇട്ട് തലേ ദിവസം വെള്ളം തിളപ്പിച്ചു വെച്ചാൽ അതിരാവിലെ കുളിക്കാനും സാധിക്കും. സൂര്യോദയത്തിനു മുൻപ് എഴുന്നേറ്റ് ഈ വെള്ളത്തിൽ സ്നാനം കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് ഒരു ഓട്ടുപാത്രത്തിലോ ചെമ്പുപാത്രത്തിലോ ശുദ്ധജലത്തിൽ കുങ്കുമപ്പൂവിട്ട്, കുങ്കുമപ്പൂവ് കിട്ടാൻ സാധ്യതയില്ലാത്തവർ ചുവന്ന റോസാപ്പൂ ദളങ്ങളോ അല്ലെങ്കിൽ ചുവന്ന് പഴുത്ത കുരുമുളകോ 3-4 ഇട്ടുവെച്ച് ആ ജലം കയ്യിൽ വെച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഉദയസൂര്യനെ നോക്കി 27 പ്രാവശ്യം ഓം ആദിത്യായ നമ എന്ന് ജപിച്ചതിനു ശേഷം പൂജാമുറിയിൽ 7 തിരിയിട്ട് ദീപം കൊളുത്തി വിളക്കിനു മുൻപിൽ ജലം വെച്ച് ആദിത്യ ഹൃദയം 12 തവണ ജപിച്ച് പ്രധാന ദേവതയായ ശിവഭഗവാനെ ഭജിക്കേണ്ടതാണ്. അന്നേ ദിവസം ഈ ജലം കുടിച്ചു വേണം വ്രതം തുടങ്ങാൻ. മന്ത്രത്തിൻ്റെ ശക്തിയും സൂര്യ തേജസ്സും കുങ്കുമപ്പൂവിൻ്റെ ഔഷധ ഗുണവും നിറഞ്ഞ ജലം പൂർണ്ണ ആരോഗ്യപ്രദമാണ്. കൂടാതെ അന്നേ ദിവസം പഴങ്ങൾ മാത്രം കഴിച്ചു വേണം വ്രതമെടുക്കാൻ. എങ്കിലേ പൂർണ്ണ ഫലസിദ്ധി ലഭിക്കൂ. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. സൺ എനർജി കുറവുള്ളവർക്ക് എളുപ്പത്തിൽ ആ ദോഷങ്ങൾ പരിഹരിക്കാൻ റൂബി സ്റ്റോൺ, അതായത് മാണിക്യം ധരിക്കുന്നത് ദോഷങ്ങൾ മാറാൻ സഹായിക്കും. പക്ഷെ അത് അറിവുള്ളവരെ കൊണ്ട് നോക്കിച്ച് ദോഷഫലങ്ങൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ധരിക്കാൻ. ഇനി ജപിക്കേണ്ട ശിവമന്ത്രം പറയാം. ആദിത്യ ഹൃദയമന്ത്രം 12 തവണ ചൊല്ലിക്കഴിഞ്ഞ് സർവ്വ ഐശ്വര്യങ്ങൾക്കും ജ്ഞാനലബ്ധിക്കുമായി ശ്രീ പരമേശ്വരനെ ഭജിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇനി പറയാൻ പോകുന്ന മന്ത്രം 108 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. 108 തന്നെ ചൊല്ലാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് തീരെ പറ്റാത്തവർ 64 51 പ്രാവശ്യം ചൊല്ലിയാൽ മതിയാകുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ശുദ്ധജലം കയ്യിൽ പിടിച്ച് ഓം ആദിത്യായ നമ എന്നത് ഉദയസൂര്യനെ നോക്കി 27 പ്രാവശ്യം ചൊല്ലി പൂജാമുറിയിലോ വീട്ടിലെ ശുദ്ധമായ ഏതെങ്കിലും ഒരു സ്ഥലത്തോ പീഠമോ ആവണിപ്പലകയോ തട്ടമോ അല്ലെങ്കിൽ ഇതൊന്നുമില്ലാത്തവർ അലക്കിയ വസ്ത്രമോ പട്ടോ വിരിച്ച് അതിനു മുകളിൽ നിലവിളക്ക് 7 തിരിയിട്ട് കൊളുത്തി ആദിത്യ ഹൃദയ മന്ത്രം 12 പ്രാവശ്യം ജപിച്ചിട്ട് വേണം ഈ ശിവമന്ത്രം ചൊല്ലിത്തുടങ്ങാൻ.
ശിവമന്ത്രം ചൊല്ലിയതിനു ശേഷം നമസ്കരിച്ചെഴുന്നേറ്റ് ശിവക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടതാണ്. അത് സാധിക്കാത്തവർ ഓം നമഃശിവായ എന്ന ശിവപഞ്ചാക്ഷരി 108 പ്രാവശ്യം ജപിക്കുക. കുറഞ്ഞത് 12 പ്രാവശ്യമെങ്കിലും ജപിക്കുക. ഈ രീതിയിൽ 10-ാം ഉദയം അനുഷ്ഠിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉറപ്പ്. മന്ത്രം ഇങ്ങനെയാണ്: ഓം നമഃ ശിവായ സാംബായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ യോഗിനാം പതയേ നമഃ. ഓം നമഃ ശിവായ സാംബായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ യോഗിനാം പതയേ നമഃ. ഓം നമഃ ശിവായ സാംബായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ യോഗിനാം പതയേ നമഃ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ 10-ാം ഉദയത്തിന് പ്രഭാത സ്നാനം കഴിഞ്ഞ് ശുദ്ധജലം കയ്യിൽ പിടിച്ച് ഉദയസൂര്യനെ നോക്കി ഓം ആദിത്യായ നമ 27 പ്രാവശ്യം ചൊല്ലി ദീപം കൊളുത്തി ആദിത്യ ഹൃദയം 12 തവണ ജപിച്ച് ഈ ശിവമന്ത്രം 108 തവണ ചൊല്ലി തീർത്ഥജലം സേവിച്ച് വ്രതം ആരംഭിച്ച് സൂര്യാസ്തമയത്തിനു ശേഷം ഇളനീരോ നാരങ്ങാ വെള്ളമോ കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. മറ്റു വിശേഷങ്ങൾ പോലെ തന്നെ 10-ാം ഉദയം ആചരിക്കുന്നതിലും ചില പ്രാദേശിക വ്യത്യാസങ്ങൾ കണ്ടേക്കാം. ചിലയിടങ്ങളിൽ 10 തിരിയിട്ട് നിലവിളക്ക് കൊളുത്താറുണ്ട്. ചിലയിടങ്ങളിൽ സൂര്യഭഗവാന് കോലം വരച്ച് പൊങ്കാല ഇടാറുണ്ട്. എല്ലാം ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ തന്നെയാണ്. സൂര്യഭഗവാന്റെയും ശ്രീ പരമേശ്വരൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഓം നമഃ ശിവായ സാംബായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ യോഗിനാം പതയേ നമഃ. ഓം നമഃ ശിവായ സാംബായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ യോഗിനാം പതയേ നമഃ. ഓം നമഃ ശിവായ സാംബായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ യോഗിനാം പതയേ നമഃ. ഓം നമഃ ശിവായ.